ഹലോ ഗൈസ് അറേ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ചോദിക്ക്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഐസി ഇതാ അവിടെ ചായടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തുനിന്ന് കളിക്കുന്നുണ്ട്. ഐസിക്കിന്ന് ക്ലാസ് ഉണ്ട്, പോനെ ക്ലാസ്സിൽ വിടണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇന്ന് ഓരോ സ്കൂളിൽ ഓണസദ്യയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരോടും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഐസിനോട് പയറുമെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്ന് ഓണസദ്യ ആയതുകൊണ്ട് ചോറ് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് കൊടുത്തുവിടാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കറിയൊന്നും ഒഴിക്കാണ്ട് ചോറ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പയറുമെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഒരിത്തിരി വെള്ളം കുടഞ്ഞിട്ട് പയർ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും അതുപോലെ സാമ്പാറും. പയറിങ്ങനെ വെന്ത് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും അതുപോലെ ഒരു ചുവന്ന മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം കുട്ടികളല്ലോ ഒക്കെ എരിവ് അധികം വേണ്ടല്ലോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഐസിക്ക് ചോറ് കൊടുത്തു വിടാനുള്ള വാഴയിലയാണ് കേട്ടോ. ഇത് വാട്ടിയിട്ട് വേണം ഇതിൽ ചോറാക്കാൻ. ഇന്ന് ഉച്ചക്കത്തേക്കുള്ള മീനാണ് കേട്ടോ. അയില മീനാണ്, അയിലക്കുട്ടികൾ. അപ്പോൾ അതാ ഐസിക്കുട്ടന് കൊടുത്തു വിടാനുള്ള പയറുമെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു ബ്രെഡ് 2 പീസാക്കി കട്ട് ചെയ്തിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഐസിക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ ഇന്നത്തെ ഐസിൻ്റെ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത്. ഒരു കപ്പ് കേക്കും പിന്നെ നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച 2 ബ്രെഡിൻ്റെ കഷ്ണങ്ങളും. ഇതാണ് ഇന്നത്തെ സ്നാക്സ്. വാഴയിലൊക്കെ വാട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചോറിട്ട് പൊതിഞ്ഞെടുക്കാം. ഇനി പയറുമെഴുക്ക് വരട്ടി ഐസിൻ്റെ ലഞ്ച് ബോക്സിലും ആക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഐസിക്കുട്ട സ്കൂൾക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഐസി പോണതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഐസിക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. നീ വാ, ഞാൻ ആൻറ്റീനോട് അസ്സലാം പറയും. ആൻറ്റിക്ക് അസ്സലാം കൊടുക്ക്. ഗൈസ്, ഞങ്ങൾ ഐസിൻ്റെ ഓട്ടോ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇവിടെ. എന്ത് ആ പോണതാണ് കേട്ടോ ഐസിൻ്റെ ഓട്ടോ. അങ്ങനെ ഐസിനെ സ്കൂളിൽ പറഞ്ഞയച്ചു. ഐറിക്ക് ഉറക്കം വന്നിട്ടാട്ടോ ഒരു ഉഷാറില്ലാത്തത്. ഐസിനെ പറഞ്ഞയച്ച് കഴിഞ്ഞ് ഇവക്ക് ഫുഡൊക്കെ കൊടുത്താൽ ഞാൻ കുറച്ച് സമയം ഉറക്കലുണ്ട്.
അപ്പം ഞാനോളെ ഉറക്കിയിട്ട് വരാം. ഗൈസ്, മിനിഞ്ഞാന്ന് ഐസിൻ്റെ സ്കൂളിൽ ഗ്രാൻഡ് പാരൻസ് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മയും ഉപ്പയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10 മണി തൊട്ട് 12:30 വരെ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഇത് ഐസിയും ഉമ്മയും നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഉപ്പാക്ക് പിന്നെ വേറൊരു പ്രോഗ്രാമുകളും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ 11 മണി വരെ നിന്നിട്ട് പിന്നെ അതിൽ പോയി. അതുകൊണ്ട് ഫോട്ടോയിലൊന്നും ഇപ്പോൾ പെട്ടിട്ടില്ല കേട്ടോ. പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ നല്ല കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു. പിന്നെ ഒരു ഡോക്ടറെ ക്ലാസ്സും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഡോക്ടർ ഇവരെ സ്കൂളിൽ പഠിച്ചതാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഗൈസ്, ഇത് ഉമ്മാക്കും ഉപ്പാക്കും ഗ്രാൻഡ് പാരൻസ് ഡേൻ്റെ അന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കപ്പാണ്, നല്ല ഭംഗിയുള്ളൊരു കപ്പ്. ഇവരെ സ്കൂളിൻ്റെ ഫോട്ടോയും പിന്നെ അതുപോലെ ഇവരെ സ്കൂളിൻ്റെ എംബ്ലമൊക്കെ വെച്ചിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു കപ്പാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.